الحمد لله ثم الحمد لله اللهم لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدًا عبده ورسوله اللهم صل وسلم وبارك عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين عباد الله أوصيكم ونفسي بتقوى الله أعوذ بالله من الشيطان الرجيم فاتقوا الله لعلكم تشكرون സഹോദരങ്ങളെ, അള്ളാഹുവിന് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് ആമുഖമായി വസിയ്യത്ത് ചെയ്യുകയാണ്. തഖ്വയോടുകൂടി ജീവിക്കുന്നതോടൊപ്പം അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്ത് അവനെ ഹംദ് ചെയ്ത് സ്തുതിച്ചുകൊണ്ട് വേണം നമ്മുടെ ജീവിതം. സഹോദരങ്ങളെ, നമ്മുടെ നാക്കുകൊണ്ട് നാം പറയുന്ന വാക്കുകളിൽ ഏറ്റവും മനോഹരമായത് അള്ളാഹുവിനെ കുറിച്ചുള്ള സ്തുതിവാക്കുകളാണ്. അത് പറയാൻ നമുക്ക് 1000 കാരണങ്ങളുണ്ട്. അള്ളാഹുവിനെ സ്തുതിക്കാൻ നമുക്ക് 1000 കാരണങ്ങളുണ്ട്. ജീവിതത്തിൽ പ്രതിസന്ധികളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ കടന്നു വരുമ്പോൾ പലപ്പോഴും നിർഭാഗ്യവാന്മാരായ നാം ആ കാരണങ്ങളെ വിസ്മരിച്ചു പോകുന്നു. നമ്മളറിയണം പ്രിയപ്പെട്ടവരെ, വിശ്വാസികളുടെ മാർഗം, തഖ്വയുള്ളവരുടെ ആത്മീയ ആഹാരം, അത് നമുക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ആലോചിച്ച് അവന് നന്ദി കാണിച്ച് തഖ്വയുള്ളവരായി ജീവിച്ച് അവന് സ്തുതി പറയലാണ്. ഫത്തഖുല്ലാഹ ലഅല്ലക്കും തഷ്കുറൂൻ. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക, നിങ്ങൾക്ക് നന്ദിയുള്ളവരാകാൻ കഴിയും. വിശ്വാസികളെ, എന്തിനാണ് നാം അള്ളാഹുവിനെ സ്തുതിക്കുന്നത്? ഞാൻ പറഞ്ഞു 1000 കാരണങ്ങളുണ്ട് എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാണ് എന്നതാണ് അതിലെ ഒന്നാമത്തെ കാരണം. ആരാണ് അല്ലാഹു? അല്ലാഹു അൽ ഹമീദ് ആണ്. അൽ ഹമീദ് അല്ലാഹുവിൻ്റെ അസ്മാഉകൾ എണ്ണിപ്പറയുമ്പോൾ നമ്മൾ പഠിച്ച ഒരു ഇസ്മാണത്. നമ്മുടെ നമസ്കാരങ്ങളിൽ ആ ഇസ്മ നാം പലപ്പോഴും അള്ളാഹുവിനോട് പറയാറുണ്ട്. ഇന്നക ഹമീദും മജീദ്. അള്ളാഹിനോട് നേർക്കുനേരെ പറയാം, അള്ളാഹുവേ നീ ഹമീദാണ്. ആണോ അള്ളാഹു ഹമീദാണോ സഹോദരങ്ങളെ? എങ്കിൽ നമുക്കത് പറയാനും പ്രകടിപ്പിക്കാനും കഴിയണം. അള്ളാഹു മഹ്മൂദുൻ ഫീ ദാതിഹി. അള്ളാഹുവിൻ്റെ സത്ത, ആ സത്ത കാരണമായി തന്നെ, സ്വത്വം കാരണമായി തന്നെ സ്തുതികൾ അർപ്പിക്കപ്പെടേണ്ടവനാണ് അള്ളാഹു. അള്ളാഹു മഹ്മൂദുൻ ഫീ സിഫാതിഹി. അള്ളാഹുവിൻ്റെ സിഫത്തുകൾ, ഗുണഗണങ്ങൾ കാരണമായി നാം അള്ളാഹുവിന് സ്തുതി അർപ്പിക്കേണ്ടവനാണ്. അള്ളാഹു മഹ്മൂദുൻ ഫീ അഫ്ആലിഹി. അള്ളാഹു അവൻ്റെ കർമ്മങ്ങൾ, അള്ളാഹു ചെയ്യുന്ന പ്രവർത്തികൾ അവന് സ്തുതി അർപ്പിക്കപ്പെടാനുള്ളതാണ്. അല്ലാഹു മഹ്മൂദുൻ ഫീമാ യംനഉ വയുഅതി. അല്ലാഹു നൽകിയാലും അല്ലാഹു തടഞ്ഞാലും സ്തുതിക്കപ്പെടേണ്ടവനാണ് അല്ലാഹു. അല്ലാഹു മഹ്മൂദുൻ ഫീമാ യുഖദ്ദിറു വയഖ്ദി. അല്ലാഹു കണക്കാക്കിയതിലും വിധിച്ചതിലുമൊക്കെ നാം അല്ലാഹുവിനെ സ്തുതിക്കേണ്ടവനാണ്. അൽഹംദ്. അൽഹംദ് എന്ന വാക്കുണ്ടല്ലോ, അത് കലിമത്തുൻ അഹബ്ബഹ അല്ലാഹു ലിനഫ്സി വറദിയഹാ ലിദാതി വഅഹബ്ബ അൻ തുഖാൽ. അല്ലാഹു സ്വയം തൃപ്തിപ്പെട്ട് തിരഞ്ഞെടുത്തതാണ് ആ വാക്ക്. അള്ളാഹു
അവന് തൃപ്തിയാണത് പറയുമ്പോൾ. അത് പറയപ്പെടാൻ അവന് ഇഷ്ടമാണ്. അസ്വദ് ബിനു സരീഅ റളിയല്ലാഹു അൻഹു അദ്ദേഹം നബി തിരുമേനിയുടെ സന്നിധിയിലേക്ക് വന്നു. എന്നിട്ട് നബിയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നി മദഹ്തു റബ്ബി അസ്സ വജല്ല ബിമഹാമിദ്. അള്ളാഹുവിൻ്റെ റസൂലെ, ഒരുപാട് സ്തുതി കീർത്തനങ്ങളെ കൊണ്ട് ഞാൻ അള്ളാഹുവിനെ സ്തുതിച്ചു ഇന്ന് എന്ന്. തിരുമേനിയുടെ മറുപടി, അമാ ഇന്ന റബ്ബക യുഹിബ്ബുൽ ഹംദ്. നിനക്കറിയില്ലേ അസ്വദ്, അള്ളാഹുവിന് ഹംദ് വല്ലാതെ ഇഷ്ടമാണിത്. എന്താണ് സഹോദരങ്ങളെ ഹംദ് എന്ന് പറഞ്ഞാൽ? അത് ദിക്റു മഹാസിനിൽ മഹ്മൂദ് അല്ലേ? ആരെയാണോ നാം സ്തുതിക്കാൻ ഉദ്ദേശിക്കുന്നത് അവൻ്റെ നന്മകളെ എണ്ണിപ്പറയലും ഓർക്കലുമൊക്കെയാണ് ഹംദ് എന്ന് പറയുന്നത്. മഅൽ മഹബ്ബതി വൽ ഇജ്ലാലി വത്തഅദീം, അവനോട് ഉള്ള ഇഷ്ടത്തോടുകൂടി, സ്നേഹത്തോടുകൂടി, അവനോടുള്ള വല്ലാത്ത ബഹുമാനത്തോടുകൂടി. സഹോദരങ്ങളെ, നമ്മുടെ റബ്ബ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ റബ്ബല്ലേ ഏറ്റവും കൂടുതൽ സ്തുതിക്ക് അർഹതയുള്ളവൻ? നമ്മുടെ റബ്ബല്ലേ നന്ദി പറയപ്പെടാൻ ഏറ്റവും അർഹതയുള്ളവൻ? നമ്മുടെ റബ്ബല്ലേ പരിപൂർണമായ സ്തുതിയുടെ അർഹൻ? നമ്മുടെ റബ്ബല്ലേ പരിപൂർണൻ അല്ലേ? ആ റബ്ബ് സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റബ്ബിനെ കുറിച്ച് പറഞ്ഞു, വലാ അഹദുൻ അഹബ്ബ ഇലൈൽ ഹംദു മിനല്ലാഹ് വദാലിക അന്നഹു ഹമിദ നഫ്സഹു. അള്ളാഹുവിനെ പോലെ ഹംദ് ഇഷ്ടപ്പെടുന്ന ആരുമില്ല. കാരണം അള്ളാഹു അവനെക്കുറിച്ച് തന്നെ ഹംദ് പറഞ്ഞിട്ടുണ്ട്. അതേ സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ നിങ്ങൾ പരിശോധിച്ചാൽ 20-ലധികം സ്ഥലങ്ങളിൽ അള്ളാഹു അവനെക്കുറിച്ച് ഹംദ് പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 5 സൂറകൾ, 5 അധ്യായങ്ങൾ ആരംഭിക്കുന്നത് അവനെ സ്തുതിച്ചുകൊണ്ടാണ്. 5 അധ്യായങ്ങൾ. നമുക്കറിയാം സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹ ആരംഭിക്കുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അത് പറയുമ്പോൾ നമ്മുടെ ഹൃദയം വല്ലാതെ ജ്വലിക്കണം. കാരണം സമ്പൂർണമായ പരിപാലകൻ, സമ്പൂർണമായ അധികാരത്തിൻ്റെ ഉടമ, സമ്പൂർണമായി സൃഷ്ടികളെക്കുറിച്ച് ശ്രദ്ധയുള്ളവൻ, അതാണ് റബ്ബുൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. രണ്ടാമത്തെ രംഗം സൂറത്തു അൻആമിലാണ്. സൂറത്തു അൻആമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്തായ സൃഷ്ടിപ്പിനെയും അല്ലാഹു നൽകുന്ന സമൃദ്ധമായ അനുഗ്രഹങ്ങളെയും സൂചിപ്പിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. അൽഹംദുലില്ലാഹില്ലദീ ഖലഖസ് സമാവാതി വൽ അർദ് വജഅല അദ്ദുലുമാതി വന്നൂർ. ആകാശഭൂമികളെ സൃഷ്ടിച്ച, ഇരുട്ടും വെളിച്ചവും നൽകിയ റബ്ബ് അൽഹംദുലില്ലാഹ്. മൂന്നാമത്തെ രംഗം അല്ലാഹു അവനെ സ്തുതിക്കുന്നത് സൂറത്തുൽ കഹ്ഫിലാണ്. സൂറത്തുൽ കഹ്ഫിൽ സ്തുതിച്ചുകൊണ്ട് അല്ലാഹു 2 കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത് ഒന്ന് ഖുർആനിൻ്റെ പ്രകാശമാണ്, ഖുർആനിൻ്റെ വെളിച്ചം. രണ്ടാമത്തേത് വഹ്യ് കൊണ്ട് കിട്ടുന്ന ഹിദായത്താണ്. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്. അൽഹംദുലില്ലാഹ് അല്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ് വലം യജ്അൽ ലഹു ഇവജ. ഒരു തരം വക്രതയുമില്ലാതെ, വളച്ചുകെട്ടലുമില്ലാതെ തൻ്റെ അടിമക്ക് ഖുർആനിനെ നൽകിയ റബ്ബ്. അൽഹംദുലില്ലാഹ്. സഹോദരങ്ങളെ ഓർക്കണം, നമ്മൾ ഓരോന്നും സഹോദരങ്ങളെ ഓർക്കണം. നാലാമത്തെ രംഗം സൂറത്തു സബഇലാണ്. അവിടെ അല്ലാഹു തആല അല്ലാഹുവിൻ്റെ ആധിപത്യത്തിൻ്റെ പൂർണ്ണത, അല്ലാഹുവിൻ്റെ അറിവിൻ്റെ വിശാലത, അല്ലാഹുവിൻ്റെ ഹിക്മത്തിൻ്റെ ആഴം, അല്ലാഹുവിൻ്റെ അധികാരത്തിൻ്റെ മഹത്വം, ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് പറയുന്നത് അൽഹംദുലില്ലാഹില്ലദീ ലഹു മാ ഫിസ് സമാവാതി വൽ അർദ് വലഹുൽ ഹംദു ഫിൽ ആഖിറ വഹുവൽ ഹകീമുൽ ഖബീർ.
ആകാശഭൂമികളുടെ, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും അവയിലുള്ള എല്ലാറ്റിൻ്റെയും അവകാശിയായ അല്ലാഹു, അവനാണ് ഹംദ്. വലഹുൽ ഹംദു ഫിൽ ആഖിറ, ദുനിയാവിൽ മാത്രമല്ല പരലോകത്തിലും അവന് തന്നെയാണ് ഹംദ്. കാരണം വഹുവൽ ഹകീമുൽ ഖബീർ, അവനെല്ലാം ചെയ്യുന്നത് ഹിക്മത്തിൻ്റെയും ഖിബ്റത്തിൻ്റെയും അടിസ്ഥാനത്തിൽ. ഒന്നും തെറ്റി വരുന്നതല്ല സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്നും തെറ്റി വന്നതല്ല. അഞ്ചാമത്തെ രംഗം സൂറത്ത് ഫാത്തിറാണ്. സൂറത്ത് ഫാത്തിർ അള്ളാഹു തുടങ്ങിയത് അതിമനോഹരമായിട്ടാണ്. അവിടെ അള്ളാഹു സൃഷ്ടിപ്പിൻ്റെ ആരംഭത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ കടുപ്പമുള്ള ശക്തിയെക്കുറിച്ച് പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ കൃത്യമായ സംവിധാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അൽഹംദുലില്ലാഹി ഫാത്തിരിസ് സമാവാതി വൽ അർദ് ജാഇലിൽ മലായികതി റുസുലൻ ഉലി അജ്നിഹതിൻ മസ്നാ വസുലാസ വറുബാ യസീദു ഫിൽ ഖൽഖി മാ യശാ ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അൽഹംദുലില്ലാഹി ഫാത്തിരിസ് സമാവാതി വൽ അർദ്, ആകാശത്തെയും ആകാശങ്ങളെയും ഭൂമിയെയും പിളർത്തി സൃഷ്ടിച്ചവരാണ് അവൻ. ഒട്ടിപ്പിടിച്ചു നിൽക്കുന്ന ഒരു വസ്തുവായിരുന്നു, അതിനെ പിളർത്തിയാണ് സൃഷ്ടിച്ചത്. ജാഇലിൽ മലായികതി റുസുലൻ ഉലി അജ്നിഹതിൻ മസ്നാ വസുലാസ വറുബാ, 2, 3, 4 ചിറകുകളുള്ള മലക്കുകളെ ദൂതന്മാരായി നിയോഗിച്ചവനാണ് അവൻ. അവന് അൽഹംദുലില്ലാ യസീദു ഫിൽ ഖൽഖി മാ യശാ. ഇത് കേട്ടിട്ട് നിങ്ങളാരും അത്ഭുതപ്പെടേണ്ട, അള്ളാഹു അവൻ്റെ സൃഷ്ടിപ്പിൽ ഇനിയും പലതരം അധികരിപ്പിക്കലുകളും നടത്തും. കാരണം ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, തീർച്ചയായും അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. സുബ്ഹാനല്ലാഹ് 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 പറയണം നമ്മൾ, സുബ്ഹാനല്ലാഹ്. കാരണം തുസബ്ബിഹു ലഹുസ് സമാവാതുസ് സബ്ഉ വൽ അർദു വമൻ ഫീഹിൻ, 7 ആകാശങ്ങളും ഭൂമിയും, ആ 7 ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളും പറയുന്നുണ്ട് സുബ്ഹാനല്ലാഹ്. വഇൻ മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി, ഈ ഭൂമിയിൽ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് പരിശുദ്ധിപ്പെടുത്താത്ത ഒന്നുമില്ല. കാരണം എല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. നാം കേൾക്കുന്ന കിളികളുടെ ശബ്ദം, നാം കേൾക്കുന്ന കാറ്റിൻ്റെ ശബ്ദം, നാം കേൾക്കുന്ന ഇടിയുടെ ശബ്ദം, ഇതൊക്കെ എന്താണെന്ന് ഞങ്ങൾ കരുതിയത് ഒരൊച്ചയാണ് നാം അല്ല സഹോദരൻ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ഹംദ് നാം ഒരു ദിവസം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്തായ നമസ്കാരങ്ങളിൽ ഏറ്റവും ചുരുങ്ങിയത് 17 തവണ ആവർത്തിച്ചു പറയുന്നു, ഇല്ലേ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. തീർന്നില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നമ്മൾ നമസ്കരിക്കുമ്പോൾ റുക്കൂഇൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഇഅ്തിദാലിലേക്ക് വരുമ്പോൾ നമ്മളൊരു വാക്ക് പറയുന്നുണ്ട്. നമ്മുടെ ഇമാം പറയും സമിഅ അല്ലാഹു ലിമൻ ഹമിദ. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പറഞ്ഞെന്താ? സമിഅ അല്ലാഹു ലിമൻ ഹമിദ. ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിനെ സ്തുതിക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹു കേട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളൊക്കെ പറയുന്ന ഒരു മറുപടി ഉണ്ട്, ചിന്തിച്ചിട്ടുണ്ടോ? അതെന്താണ്? റബ്ബനാ വലക്കൽ ഹംദ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി. നമ്മൾ ആരോടാ സംസാരിച്ചത്? ഇമാമിനോടല്ല, അള്ളാഹുവിനോട് സംസാരിച്ചു നാം നമസ്കാരത്തിൽ. റബ്ബനാ വലക്കൽ ഹംദ്, അള്ളാഹുവെ കേൾക്കണം, കേൾക്ക് റബ്ബേ. എന്തു മനോഹരമാണ് ആ സംഭാഷണം. ഇത്രമാത്രം ഹൃദ്യമായ ഒരു ഡയലോഗ് ലോകത്തെവിടെയെങ്കിലും നമുക്ക് കേൾക്കാനുണ്ടോ? റബ്ബനാ വലക്കൽ ഹംദ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ. ധാരാളം പറഞ്ഞിട്ട് നമുക്ക് മതി വരുന്നില്ല. ധാരാളം ഹംദ് പോരാ, മനോഹരമായ ഹംദ്, നല്ല നല്ല ഹംദ്, അനുഗ്രഹീതമായ ഹംദ്. ചിന്തിക്ക് സഹോദരന്മാരെ, ഈ ഒരു ഡയലോഗ് ഭയങ്കര സംഭവമാണ്. അത്യാനന്ദകരമായ അതിമനോഹരമായ സംഭാഷണം. ഈ സംഭാഷണത്തിലൂടെ അള്ളാഹു എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഖൽബ് തുറക്കാൻ, നമ്മുടെ ഹൃദയം തുറക്കണം, നമ്മുടെ മനസ്സുകൾ സംസ്കരിക്കപ്പെടണം.
അള്ളാഹു നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, മനുഷ്യ, നീ ജീവിക്കുന്നത് ഞാൻ നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങളിലൂടെയാണ്. അതിന് നീ ഹംദ് ചെയ്യണം. ആ ഹംദ് അള്ളാഹു നമ്മളെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ എല്ലാ വശങ്ങളിലും, എല്ലായ്പ്പോഴും, എല്ലാ നിമിഷങ്ങളിലും ഈ ഒരു ചിന്ത ഉണ്ടാകണം. നമുക്ക് കൗതുകമുള്ള, സന്തോഷമുള്ള, സമാധാനമുള്ളത് കേൾക്കുമ്പോൾ നമ്മൾ പറയണം, തിരുമേനി പഠിപ്പിച്ചതുപോലെ സല്ലല്ലാഹു അലൈഹി വസല്ലം, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലദീ ബിനിഅമതിഹി തതിമ്മുസ് സാലിഹാത്ത്. പറയണം, എല്ലാവരും പഠിച്ചു വെക്കണം, വിട്ടുപോകരുത്. എന്ത് സന്തോഷവും സമാധാനവും ജീവിതത്തിൽ വന്നാൽ നമ്മളത് പറഞ്ഞേ തീരൂ. അൽഹംദുലില്ലാഹ് ബിനിഅമതിഹി തതിമ്മുസ് സാലിഹാത്ത്. എല്ലാ നന്മകളും അള്ളാഹുവിലൂടെ മാത്രമേ പൂർത്തിയാകൂ. അങ്ങനെയുള്ള അള്ളാഹുവിനാണ് എല്ലാ സ്തുതിയും. പ്രിയപ്പെട്ടവരെ, മനുഷ്യരാണ്. ജീവിതത്തിൽ സന്തോഷം മാത്രമല്ല, ദുഃഖമുണ്ടാകും, പ്രതിസന്ധികളുണ്ടാകും. അപ്പോഴും നമ്മൾ പറയണം, തിരുമേനി പഠിപ്പിച്ചതുപോലെ, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. എല്ലാ അവസ്ഥയിലും അള്ളാഹുവിന് തന്നെയാണ് സർവസ്തുതിയും. ഇതാണ് വിശ്വാസി. സഹോദരങ്ങളെ, വിശ്വാസി എന്ന് പറഞ്ഞാൽ സന്തോഷാവസരങ്ങളിൽ നന്ദി സൂചകമായി ഹംദ് പറയും, അൽഹംദുലില്ലാഹ്. ദുഃഖം വരുമ്പോഴും സങ്കടം വരുമ്പോഴും സഹോദരങ്ങളെ, അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടുകൊണ്ട്, അള്ളാഹുവിന് പരിപൂർണമായി സമർപ്പിച്ചുകൊണ്ട് ഹംദ് പറയണം. എന്തിനാണെന്നറിയോ? ഈ റബ്ബുമായുള്ള ബന്ധം അറ്റുപോകരുത്. ഈ റബ്ബുമായുള്ള ബന്ധം ശക്തമായി നിലനിൽക്കണം. അപ്പോഴേ നമ്മൾ രക്ഷപ്പെടൂ. അള്ളാഹു അങ്ങനെയുള്ള നല്ലവരിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂ. അൽഹംദുലില്ലാഹി അദദ മാ ഖലഖ് വൽഹംദുലില്ലാഹി മിൽഅ മാ ഖലഖ് والحمد لله عدد ما في السماوات والأرض والحمد لله ملء ما في السماوات والأرض والصلاة والسلام على سيدنا محمد خير الحامدين وعلى آله وصحبه والتابعين. പ്രിയപ്പെട്ട അള്ളാഹുവിനെ സ്തുതിക്കണം എന്ന് ഇപ്പോൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന, ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, നമുക്ക് ചില ബാധ്യതകളുണ്ട്. വളർന്നു വരുന്ന നമ്മുടെ പിഞ്ചോമന മക്കളിൽ ഈ ഒരു വികാരം നിങ്ങളെല്ലാവരും സൃഷ്ടിക്കണം. അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളിലും അവരെ അള്ളാഹുവുമായി ബന്ധപ്പെടുത്തി അള്ളാഹുവിനെ സ്തുതിക്കാൻ അവരെ പ്രേരിപ്പിക്കണം. ഒന്നാമതായി, എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും അവരെ ഇത് പഠിപ്പിക്കണം. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം നിങ്ങൾ ചോദിച്ചോ, അവരോട് പറയും. രണ്ടാമതായി, അവരുടെ ഭക്ഷണാവസരങ്ങളിൽ, ഭക്ഷണമേശകളിൽ പഠിപ്പിക്കണം. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നൊരു മനോഹരമായ വാക്കുണ്ട്, ഇന്നല്ലാഹ ലയർദാ അനിൽ അബ്ദ് അൻ യഅകുലൽ അക്ലത ഫയഹ്മദഹു അലൈഹാ ഔ യശ്രിബ അശ്റുബത ഫയഹ്മദഹു അലൈഹാ. അള്ളാഹുവിന് ഇഷ്ടം, തൻ്റെ അടിമയെക്കുറിച്ച് അള്ളാഹു ഇഷ്ടപ്പെടുക, അവൻ ഒരു ഉരുളച്ചോറ് തിന്ന് അള്ളാഹിനെ സ്തുതിക്കും, ഒരു മുറുക്ക് കുടിച്ച് അള്ളാഹുവിനെ സ്തുതിക്കും. നമ്മൾ ചിലപ്പോൾ പറയും, ഇത് ഭയങ്കര പ്രയാസം, നടക്കൂല. പറഞ്ഞു പോകും നമ്മൾ. കാരണം നമ്മളമ്മാതിരി അഹങ്കാരികളാണ്. അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇങ്ങനെയുള്ള അടിമകളാണ് അള്ളാഹുവിന് ഇഷ്ടം. അതുകൊണ്ട് സഹോദരനെ ചിന്തിക്കണം. മൂന്നാമതായി, നമ്മുടെ മക്കളെ നാം പഠിപ്പിക്കേണ്ടത്, അവർക്ക് വലിയ വിജ്ഞാനവും വിദ്യാഭ്യാസവും ക്വാളിഫിക്കേഷനും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അത് അള്ളാഹുവിൻ്റെ ഫضل കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ സ്തുതിക്കണം. അതായിരുന്നു പ്രവാചകന്മാരുടെ മാർഗം. അള്ളാഹു പറയുന്നുണ്ട്, വലഖദ് ആതൈനാ ദാവൂദ വസുലൈമാന ഇൽമാ. ദാവൂദിനും സുലൈമാനും നാം വിജ്ഞാനം നൽകി.
വഖാലാ, അപ്പൊ അവരെന്താ ചെയ്തത്? അവർ രണ്ടുപേരും പറഞ്ഞു അൽഹംദുലില്ലാ അല്ലദീ ഫദ്ദലനാ അലാ കസീരിൻ മിൻ ഇബാദിഹിൽ മുഅ്മിനീൻ. വിശ്വാസികളായ അടിമകളിൽ ഒരുപാട് അടിമകളിൽ നിന്ന് അവരെക്കാളൊക്കെ ഞങ്ങൾക്ക് ഈ ശ്രേഷ്ഠത നൽകിയ റബ്ബേ നിനക്കാണ് സ്തുതി. പറയാൻ പഠിപ്പിക്കണം. നാലാമതായി, നമ്മുടെ കുട്ടികൾക്ക് പരീക്ഷകളിലോ അല്ലാത്തപ്പോഴൊക്കെ വിജയമുണ്ടായാൽ, വിജ്ഞാനത്തിൻ്റെയോ സമാധാനത്തിൻ്റെയൊക്കെ പുതിയ വാതിലുകൾ അവരുടെ മുമ്പിൽ തുറക്കപ്പെട്ടാൽ നിങ്ങൾ മക്കളെ പഠിപ്പിക്കണം കേട്ടോ. ആദ്യം പറയേണ്ട വാക്ക് അൽഹംദുലില്ലാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കളെ മാത്രമല്ല നമ്മളും പഠിക്കണം. നമുക്ക് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ നിഅമത്താണ് നമ്മുടെ ദീൻ. അതിൻ്റെ പേരിൽ നമ്മൾ പറയണം അൽഹംദുലില്ലാ. നമുക്ക് അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ് വിശുദ്ധ ഖുർആൻ. അതിൻ്റെ പേരിൽ പറയണം അൽഹംദുലില്ലാ. നമുക്ക് അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ് സൗഖ്യവും സമാധാനവും സുരക്ഷിതത്വവും. പറയണം അൽഹംദുലില്ലാ. നമ്മുടെ എല്ലായിടത്തും, നമ്മുടെ വീടുകളിലും നമ്മുടെ സദസ്സുകളിലുമൊക്കെ കൂടുതൽ നിറഞ്ഞു നിൽക്കേണ്ട വാക്ക് അൽഹംദുലില്ലാ. അല്ലാഹുവേ, നിനക്കാണ് സർവസ്തുതിയും. നീ ഞങ്ങളെ സൃഷ്ടിച്ചു, ഞങ്ങൾക്ക് റിസ്ഖ് നൽകി, നിന്നെ വഴിപ്പെട്ട് ജീവിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകി. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. ഹിദായത്തിന് തൗഫീഖ് നൽകിയ റബ്ബേ, നിനക്കാണ് സർവസ്തുതിയും. നീ എങ്ങാണ്ട് ഈ തൗഫീഖ് നൽകിയിട്ടില്ലെങ്കിൽ, അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും. നീ ഞങ്ങൾക്ക് അത്യാനന്ദകരമായ നയനാനന്ദരമായ സമാധാനം നൽകുന്ന കുടുംബജീവിതം നൽകി. മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുൻ. അല്ലാഹുവേ, നിനക്കാണ് സർവസ്തുതിയും. സുഭിക്ഷമായ മഴ ഞങ്ങൾക്ക് നീ നൽകി. വഹുവല്ലദീ യുനസ്സിലുൽ ഗൈസ മിൻ ബഅദി മാ ഖനതു വയൻശുറു റഹ്മതഹു വഹുവൽ വലിയുൽ ഹമീദ്. മഴ പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞത് വഹുവൽ വലിയുൽ ഹമീദ്. അല്ലാഹുവേ, നിർഭയത്വവും കാരുണ്യവും നിറഞ്ഞു നിൽക്കുന്ന ഈ രാജ്യത്ത് ജീവിക്കാൻ, സമാധാനത്തോടുകൂടി ജീവിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകി. അതുകൊണ്ട് അൽഹംദുലില്ലാ. അല്ലാഹുവേ, ദീർഘവീക്ഷണമുള്ള വിഷണാശാലികളായ നേതൃത്വം, അവരിലൂടെ കുതന്ത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ പരാജയപ്പെടുത്തുവാനുള്ള ശക്തി, ഇതൊക്കെ നൽകിയ റബ്ബേ, നിനക്കാണ് സർവസ്തുതിയും. അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നൽ ഹസൻ ഇന്ന റബ്ബനാ ലഗഫൂറുൻ ശകൂർ. ഞങ്ങളിൽ നിന്ന് ദുഃഖം, സങ്കടം, പ്രതിസന്ധികൾ എടുത്തു മാറ്റി തന്ന റബ്ബേ, നിനക്കാണ് സർവസ്തുതിയും. ഈ രാജ്യത്തെ കാത്തുകൊണ്ടിരിക്കുന്ന സായുധ സേനക്ക് ധൈര്യം നൽകിയ, അവരെ പിടിച്ചു നിർത്തിയ റബ്ബേ, നിനക്കാണ് സർവസ്തുതിയും. അൽഹംദുലില്ലാഹില്ലദീ നജ്ജാനാ മിനൽ ഖൗമിൽ ളാലിമീൻ. അക്രമം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ച റബ്ബേ, നിനക്കാണ് സ്തുതി. ഫഖുതിഅ ദാബിറുൽ ഖൗമിൽ ലദീന ളലമു വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു ഈ മഹത്തുക്കളിൽ, ഹംദ് ജീവിതത്തിൽ ശീലമാക്കുന്ന മഹത്തുക്കളിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ നബിയ്യിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്വാജിഹി ത്വാഹിറാത്തി ഉമ്മഹാത്തിൽ മുഅ്മിനീൻ വസഹാബതിഹിൽ ഗുർറിൽ മയാമീൻ. وارض اللهم عن أبي بكر وعمر وعثمان وعلي وعن سائر الصحابة الأكرمين. اللهم اجعلنا بك مؤمنين ولك عابدين ولأنعمك حامدين وبوالدينا بارين وارحمهم كما ربونا صغارا يا أرحم الراحمين. اللهم احفظ الشيخ محمد بن زايد رئيس الدولة
وكن له عونا وسندا وهاديا ومسددا. اللهم وفقه ونوابه وولي عهده الأمين الشيخ محمد بن راشد وولي عهده ونوابه وإخوانه حكام الإمارات لما تحبه وترضى. اللهم ارحم الشيخ زايد والشيخ راشد والشيخ مكتوم والشيخ خليفة والقادة المؤسسين الذين انتقلوا إلى رحمتك يا رب العالمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وانصر إخواننا المسلمين في كل مكان. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله وسلم على سيد المرسلين وعلى آله وصحبه أجمعين والحمد لله رب العالمين.